എനിക്ക് കാണേണ്ടത് ഗൗതം ഗംഭീറിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഗൗതം ഗംഭീർ കോച്ചായി കഴിഞ്ഞാൽ ഒരു കിരീടം ഇന്ത്യൻ ടീം സ്വന്തമാക്കാൻ പോകുന്നില്ല. ICC ചാമ്പ്യൻസ് ട്രോഫി ഗംഭീർ അല്ല കോച്ച്, എന്നാൽ ഒരു തേങ്ങയും ഇന്ത്യൻ ടീം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ വായ്ത്തിപ്പാട് നടന്ന കുറെ മഹാന്മാരെയാണ് എനിക്ക് കാണേണ്ടത്. ഈ ICC ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ സമയത്ത് ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ടീം ദുബായിലേക്ക് പോയ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ വർഷം ആ ഗംഭീർ കോച്ചായല്ലോ, ഇനി ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ടീം കപ്പൊന്നും അടിക്കില്ല, ഗംഭീറിന് കോച്ചിങ് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞവരുടെ അണ്ണാക്കിലേക്കാണ് കിട്ടിയിട്ടുള്ളത്. ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഗംഭീർ നടത്തിയ ഒരു തീരുമാനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വരുൺ ചക്രവർത്തിയെ ആദ്യം ടീമിട്ട സമയത്ത് വരുൺ ചക്രവർത്തി ടീമിലില്ലായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലാണ് വരുൺ ചക്രവർത്തിയെ ഇന്ത്യൻ ടീം ആഡ് ചെയ്തത്. അത് ഗംഭീറിന്റെ വലിയ തീരുമാനം, എടുത്തു പറയുന്ന തീരുമാനം തന്നെയാണ്. ഗംഭീർ വലിയ രീതിയിൽ പുഷ് ചെയ്തു വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി. എന്നാൽ വരുൺ ചക്രവർത്തി ആവട്ടെ ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിതിന്റെ ക്യാപ്റ്റൻസിയും ബ്രില്യന്റ് ആയിരുന്നു. ഒരുവിധം എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു. ഇപ്പോഴത്തെ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ടീം ICC ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്. അവസാനമായി രോഹിതിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യൻ ടീം T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയപ്പോൾ ഇപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഫൈനലിലാവട്ടെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ആവട്ടെ ബോളിംഗ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫീൽഡിങ്ങിൽ മാത്രമാണ് കുറച്ച് പിഴവുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ന്യൂസിലാൻഡിനെ പോലത്തെ ശക്തമായ ടീമിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ ടീമിന് സാധിച്ചു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.